വണക്കം ഗൈസ്. മത്തേസ് ഫെർണാണ്ടസിനെ സൈൻ ചെയ്യാൻ പറ്റാഞ്ഞതിൻ്റെ കലിപ്പിൽ യുണൈറ്റഡ് ചെൽസിയുടെ ആന്ദ്രെ സാൻഡോസിനെ സൈൻ ചെയ്യാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ ആ ഒരു ഡീല് 48 മില്യൺ പൗണ്ട്സ് പ്ലസ് 2 മില്യൺ ആഡോൺസ് പ്ലസ് 10% സെല്ലോൺ ക്ലോസ്, ഇങ്ങനത്തെ ഒരു ഡീല് ചെൽസിയുമായിട്ട് ഇപ്പം എഗ്രി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആന്ദ്രെ സാൻഡോസ് യുണൈറ്റഡിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ ആന്ദ്രെ സാൻഡോസ് യുണൈറ്റഡിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ആന്ദ്രെ സാൻഡോസ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ പ്രൊഫൈൽ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം എന്നെ സംബന്ധിച്ച് ആന്ദ്രെ സാൻഡോസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്ദ്രെ സാൻഡോസ് ചെൽസിയിൽ കളിച്ച ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ചെൽസിയുടെ ആ ഒരു മിഡ്ഫീൽഡിലെ ആ ഒരു ഡബിൾ പിവറ്റിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി കളിച്ചിട്ടുള്ളത്. ഡബിൾ പിവറ്റിൽ ആന്ദ്രെ സാൻഡോസ്, മോയിസസ് കൈസീഡോ, ഈ ഡബിൾ പിവറ്റിൻ്റെ ഭാഗമായിട്ടാണ് ആന്ദ്രെ സാൻഡോസ് കളിച്ച്. അതിൽ ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സിൽ കുറച്ച് ഡീപ്പ് ലയിങ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ആന്ദ്രെ സാൻഡോസ് ആയിരുന്നു. കൈസീഡോയ്ക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കുന്നു, മുന്നോട്ട് പോയി ആ ഒരു നമ്പർ 8 ആയിട്ട് ബോക്സ് ടു ബോക്സ് എനർജറ്റിക് മിഡ്ഫീൽഡർ. അതുപോലെ തന്നെ ഓപ്പോസിഷൻ്റെ ഹാഫിൽ ബോൾ വിൻ ചെയ്ത് ആ ഒരു ടേൺ ഓവേഴ്സ് വഴി അറ്റാക്ക് ചെയ്യാനും ലോങ് റേഞ്ചസ്, കൈസീഡോയുടെ ആ ഒരു ലോങ് റേഞ്ചസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാനുള്ള അവസരവും ഫ്രീഡവും ഈ ഒരു ആന്ദ്രെ സാൻഡോസ് മിഡ്ഫീൽഡിലോട്ട് വന്നപ്പോഴത്തേനും കൈസീഡോയ്ക്ക് കിട്ടി. അപ്പം ആന്ദ്രെ സാൻഡോസിൻ്റെ റോളെന്ന് പറയുന്നത് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ സഹായിക്കുക. ആന്ദ്രെ സാൻഡോസ് എന്ന് പറയുന്ന പ്ലെയർ പ്രസ് റെസിസ്റ്റൻ്റ് ആണ്, ടെക്നിക്കലി സ്കിൽഫുൾ ആണ്. അത് മാത്രമല്ല, കാലിൽ പന്ത് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രോഗ്രസീവ് പാസ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മിഡ്ഫീൽഡർ. അങ്ങനെ ആ ഒരു പ്രോഗ്രസീവ് പാസിങ്, സ്വിച്ചസ് ഒക്കെ വഴി ഗെയിമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന തരം മിഡ്ഫീൽഡറാണ്. അത്ര ഭയങ്കര ഫിസിക്കാലിറ്റി യൂസ് ചെയ്യുന്ന മിഡ്ഫീൽഡറല്ല, പക്ഷേ ഭയങ്കര ടെക്നിക്കലി സ്കിൽഫുൾ ആണ്. കറക്റ്റ് ഇൻ്റർസെപ്ഷൻസ് ഒക്കെ നടത്തി ബോൾ വിന്നിങ് നടത്തുന്ന തരം മിഡ്ഫീൽഡറാണ്. അതുകൊണ്ട് തന്നെ ആന്ദ്രെ സാൻഡോസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഫിസിക്കൽ പ്രസൻസ്, അതുപോലെ തന്നെ ഒരു ഡിസ്റപ്റ്റർ, അങ്ങനത്തെ പ്ലെയറാണ്. അത് ചെൽസിയിൽ കൈസീഡോ ആയിരുന്നു. അപ്പം ഏകദേശം ഈ ഒരു ആന്ദ്രെ സാൻഡോസ് എന്ന് പറയുന്ന മിഡ്ഫീൽഡറിൻ്റെ പ്രൊഫൈൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം കഴിഞ്ഞ സീസണിൽ ആന്ദ്രെ സാൻഡോസ് ചെൽസിയിൽ 43 മത്സരങ്ങളാണ് കളിച്ചത്. അതിൽ നിന്നും പുള്ളി 3 ഗോളും അതേപോലെ തന്നെ 4 അസിസ്റ്റും ഒക്കെ നേടി എടുത്തിട്ടുണ്ട്, എല്ലാ മത്സരങ്ങളിലും കൂടെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആന്ദ്രെ സാൻഡോസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളി ആ ഒരു 1v1 ഡ്യുവൽസിൻ്റെ കാര്യത്തിലും ലൈൻ ബ്രേക്കിംഗ് പാസിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പ്രീമിയർ ലീഗിൽ ആ ഒരു ടോപ്പ് 5 മിഡ്ഫീൽഡേഴ്സിൽ വരുന്ന ഒരു പ്ലെയർ ആണ് എന്നുള്ളതൊക്കെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആന്ദ്രെ സാൻഡോസിനെ നമ്മളിവിടെ സൈൻ ചെയ്തിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഒരു ഫസ്റ്റ് ചോയ്സ് മിഡ്ഫീൽഡിൻ്റെ ഭാഗമാകാൻ വേണ്ടി ആണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ആന്ദ്രെ സാൻഡോസ് ഒരിക്കലും കോബി മെനുവിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു തരം മിഡ്ഫീൽഡർ അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ആ ഒരു ഡേറ്റ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ആന്ദ്രെ സാൻഡോസിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ തന്നെ ആന്ദ്രെ സാൻഡോസ് ഈ ഒരു ഡീപ്പ് ലയിങ് പ്ലേ മേക്കറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു കീ പാസിങ്, അതായത് ചാൻസ് ക്രിയേഷൻ്റെ കാര്യവും അതേപോലെ തന്നെ ബോൾ ക്യാരിയിങ്ങിൻ്റെ കാര്യത്തിലും പുള്ളി മോശമാണെന്നല്ല, സ്റ്റാറ്റ്സ് പ്രകാരം മോശമാണ്. കാരണം പുള്ളി ആ ഒരു നമ്പർ 8 ആയിട്ടല്ല കളിക്കുന്നത്. അതുകൊണ്ടാണ് അത് ആ ഒരു സ്റ്റാറ്റ്സ് പ്രകാരം ആ ഒരു ഡേറ്റ കുറച്ച് താന്നിരിക്കുന്നത്. അതുമാത്രമല്ല, കോബി മെനുവിനെ എപ്പോഴും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് കസമീരോ പോലെ ആ ഒരു പ്യുവർ നമ്പർ 6, ഒരു അഗ്രസീവായിട്ടുള്ള ബോൾ വിന്നർ, ഡിസ്റപ്റ്റർ, അങ്ങനത്തെ ഒരു ഫിസിക്കൽ പ്രസൻസ് ആണ്. പക്ഷേ അത് ആന്ദ്രെ സാൻഡോസ് അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം കോബി മെനുവിനെ കോംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ചോമേനി, അങ്ങനത്തെ ആ ടൈപ്പ് ഒരു മിഡ്ഫീൽഡർ, ആ ടൈപ്പ് ഒരു ഫിസിക്കൽ പ്രസൻസ് തന്നെ വേണം മിഡ്ഫീൽഡിൽ. അല്ലെങ്കിൽ ടൊണാലി, അങ്ങനത്തെ മിഡ്ഫീൽഡർ വേണം. അപ്പം നമ്മൾ ഈ ഒരു സെക്കൻഡ് ചോയ്സ് മിഡ്ഫീൽഡിൻ്റെ കാര്യം പറയുമ്പം തന്നെ നമ്മൾ എടുത്ത് കാണേണ്ട ഒരു കാര്യം എഡേഴ്സൻ്റെ സൈനിങ് കൂടാണ്. എഡേഴ്സൻ്റെ സൈനിങ് നടക്കത്തില്ല, അങ്ങനത്തെ പല ന്യൂസുകളും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു മെഡിക്കൽ ടീമിന് യുണൈറ്റഡിൻ്റെ മെഡിക്കൽ ടീമിന് ചെറിയ കൺസേൺ ഉണ്ട്. ആ ഒരു എഡേഴ്സൻ്റെ എന്തോ ഒരു ചെറിയ ഇഞ്ചുറിയുടെ കാര്യത്തിൽ ചെറിയ കൺസേൺ ഉണ്ട്. ആ ഒരു ഇഞ്ചുറി വെച്ചുകൊണ്ട്, ആ ഒരു ചെറിയ കൺസേൺ വെച്ചുകൊണ്ട് പ്രീമിയർ ലീഗിൻ്റെ ഇൻറ്റൻസിറ്റിയെ മാച്ച് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് യുണൈറ്റഡിൻ്റെ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സെക്കൻഡ് മെഡിക്കൽ എന്ന് പറയുന്നത് ഡീപ്പറായിട്ടുള്ള ആ ഒരു മെഡിക്കലിന് വെയിറ്റ് ചെയ്ത് യുണൈറ്റഡ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മെഡിക്കലൊക്കെ ഇതിന് മുന്നേ നടന്നേനെ. ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ബ്രസീൽ നാഷണൽ ടീമിൻ്റെ കോളപ്പ് കിട്ടിയതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും ഡിലേ ആയത്. അപ്പോൾ ആ ഒരു ഡീല് നടക്കത്തില്ല. ആ ഒരു ഡീലിന് പകരമാണ് ആന്ദ്രെ സാൻഡോസിൻ്റെ ഡീൽ ഇപ്പോൾ യുണൈറ്റഡ് പുൾ ഓഫ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ന്യൂസുകൾ പലയിടത്തും പരക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആണെന്ന്. നമ്മുടെ ഒരു സെക്കൻഡ് ചോയ്സ് മിഡ്ഫീൽഡിനെ യുണൈറ്റഡ് റെഡിയാക്കുകയാണ്
വരികയാണ് ആന്ത്രേ സാന്റോസ് എഡേഴ്സണിലൂടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആന്ത്രേ സാന്റോസും എഡേഴ്സണും ഇവർ രണ്ടുപേരും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരം മിഡ്ഫീൽഡറാണ്. അപ്പോൾ ആന്ത്രേ സാന്റോസിന് ആ ഒരു ഫിസിക്കൽ പ്രസൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു മിഡ്ഫീൽഡറാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എഡേഴ്സണിലുണ്ട്. എഡേഴ്സൺ ആ ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറാണ്, ക്യാരിങ് കീ പാസിൻ്റെ കാര്യത്തിലും ക്രിയേഷൻ്റെ കാര്യത്തിലും ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിലും ലോങ് ഷോട്ട്സിൻ്റെ കാര്യത്തിലും ആ ഒരു ബോൾ വിന്നിങ്ങിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മുടെ മിഡ്ഫീൽഡിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന്ത്രേ സാന്റോസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരം മിഡ്ഫീൽഡറാണ് എഡേഴ്സൺ. അപ്പോൾ ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സും ബ്രസീലിയൻസ് ആണെന്നുള്ളതും വലിയൊരു ഘടകമാണ്. അത് നാഷണൽ ടീമിനെ സംബന്ധിച്ച് വലിയൊരു ഘടകമാണ്. കാരണം ബ്രസീലിൻ്റെ മിഡ്ഫീൽഡർ ആ ഒരു ബ്രസീലിൻ്റെ വയസ്സൻ മിഡ്ഫീൽഡിൻ്റെ കാലം അവസാനിച്ചു. ഫബീഞ്ഞോ കസമീറോടെയൊക്കെ കാലം അവസാനിച്ചു. ഇനിയിപ്പം യങ്ങർ മിഡ്ഫീൽഡർ ഇങ്ങനത്തെ മിഡ്ഫീൽഡേഴ്സിനെ ആയിരിക്കും അവർ നാഷണൽ ടീമിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പം യുണൈറ്റഡിൽ ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സ് ആന്ത്രേ സാന്റോസിനും എഡേഴ്സനും ഒരുമിച്ച് കളിക്കാൻ പറ്റുകയാണെങ്കിൽ അത് യുണൈറ്റഡിന് മാത്രമല്ല അത് ബ്രസീൽ നാഷണൽ ടീമിനും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ എഡേഴ്സൻ്റെ ഡീൽ ഒരിക്കലും ഇത് നടക്കാത്ത ഒരു സംഭവമല്ല. എൻ്റെ ഒരു ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് എഡേഴ്സൺ ഈ ഒരു ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് പ്രൂവൺ അല്ല, പ്രീമിയർ ലീഗിൽ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു സംശയം എഡേഴ്സൻ്റെ കാര്യത്തിൽ എനിക്കുണ്ട്. പക്ഷേ അവരുടെ ഡേറ്റാസ് പ്രൊഫൈലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് തമ്മിൽ ഒരുമിച്ച് കളിപ്പിക്കാൻ പറ്റുന്ന രണ്ട് മിഡ്ഫീൽഡേഴ്സാണ് ആന്ത്രേ സാന്റോസും എഡേഴ്സണും. ഇവർ രണ്ടുപേരും നമ്മുടെ സെക്കൻഡ് ചോയ്സ് മിഡ്ഫീൽഡായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഒരു ടീമായിട്ട് സെക്കൻഡ് ചോയ്സ് മിഡ്ഫീൽഡായിട്ട് വർക്ക് ആകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നമ്മുടെ ഫസ്റ്റ് ചോയ്സ് മിഡ്ഫീൽഡ് കോബി മെയിനുവിനെ പെയർ ചെയ്യേണ്ട ആ ഒരു ഫസ്റ്റ് ചോയ്സ് മിഡ്ഫീൽഡറിനെ നമ്മൾ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിനുവേണ്ടി ചോമേനിയുടെ പേര് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ചോമേനി നമ്മളെ കൊതിപ്പിച്ചുകൊണ്ട് കടന്ന് കളഞ്ഞിരിക്കുന്നു. ചോമേനി യുണൈറ്റഡിൻ്റെ ആ ഒരു പേര് വെച്ചുകൊണ്ട് ചോമേനിയും ചോമേനിയുടെ ഏജൻറ്റുമാരും പുതിയ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ റയലിൽ നേടിയെടുത്തു എന്നുള്ള റിപ്പോർട്ട്സ് ഫബ്രീസിയോ റൊമാനോ വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് 2031 വരെയുള്ള ആ ഒരു എക്സ്റ്റൻഷൻ ചോമേനിക്ക് കിട്ടുന്നു. അതുമാത്രമല്ല 400K പെർ വീക്ക് സാലറിയും റയൽ ഓഫർ ചെയ്യും എന്നുള്ള തരം റിപ്പോർട്ട്സാണ് ഇപ്പം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോമേനിയുടെ കാര്യത്തിൽ ആരും സ്വപ്നം കാണേണ്ട, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പം നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കെന്തായാലും ഈ ഒരു മിഡ്ഫീൽഡിൽ ഇപ്പോൾ എഡേഴ്സണും സാന്റോസ് കോബി മെയിനുവിൻ്റെ ഈ ഒരു മിഡ്ഫീൽഡ് ആണെങ്കിൽ ഇവിടെ നമുക്കിനി ഒരു എക്സ്പീരിയൻസ്ഡ് മിഡ്ഫീൽഡർ, വലിയ മത്സരങ്ങളൊക്കെ കളിച്ച് പരിചയമുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് മിഡ്ഫീൽഡർ തന്നെ വേണം. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബ്രൂണോ ഗുമാറസ് എന്ന് പറയുന്ന മിഡ്ഫീൽഡർ ഓൾറെഡി ആർസണലിലോട്ട് പോകണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂകാസിലിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ആർസണൽ ഒരു 60 മില്യൺ പൗണ്ട്സൊക്കെ തരാൻ റെഡിയായി നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം അങ്ങനെ നിർബന്ധം പിടിക്കുന്നതുകൊണ്ട് തന്നെ ന്യൂകാസിലിന് ഈ ഒരു പ്ലെയറിനെ വിറ്റേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഡീലിൽ നമ്മൾ കയറി ഇടപെടണം. മത്തേസ് ഫെർണാണ്ടസിൻ്റെ ഡീലിൽ ടോട്ടൻഹാം കയറി ഇടപെട്ട പോലെ തന്നെ ആർസണൽ ബ്രൂണോ ഗുമാറസിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഡീലിൽ എന്താണെങ്കിലും കയറി ഇടപെടണം. ബ്രൂണോ ഗുമാറസ് കസമീറോ ഈ ഒരു മിഡ്ഫീൽഡ് എന്താണെങ്കിലും വർക്കാവും. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ. കാരണം ബ്രൂണോ ഗുമാറസിനെ ഒരിക്കലും നമ്മൾ കസമീറോയെ പോലെ ഒരു ഡീപ്പ് ലൈയിങ് നമ്പർ 6 ആയിട്ട് പ്യോർ നമ്പർ 6 ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ബ്രൂണോ ഗുമാറസിൻ്റെ പല ക്വാളിറ്റീസും നമ്മൾ ഫൈനൽ തേർഡിൽ നമുക്ക് യൂസ് ചെയ്യണം. ആ ഒരു ചാൻസ് ക്രിയേഷന്, അതേപോലെ തന്നെ ഓപ്പോസിഷൻ്റെ ഹാഫിൽ ആ ഒരു ബോൾ വിന്നിങ്, ഫിസിക്കാലിറ്റി കളച്ചുള്ള ബോൾ വിന്നിങ്, അതുപോലെ തന്നെ പുള്ളിയുടെ ലോങ് റേഞ്ചർ ഷോട്ടുകൾ, ഗോൾ സ്കോറിങ് എബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളെ കൂടെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ബ്രൂണോ ഗുമാറസിനെ ഒരു നമ്പർ 8 ആയിട്ട് തന്നെ കളിപ്പിക്കണം. ആ സമയം കോബി മെനുവിൻ്റെ ഗെയിമിൽ കുറച്ച് സാക്രിഫൈസുകൾ നടത്തി പുള്ളി ആ ഒരു ഡീപ്പ് പ്ലേ മേക്കർ, ഒരു ആന്ത്രേ സാന്റോസ് ഒക്കെ കളിക്കുന്ന രീതിയിൽ ഒരു ഡീപ്പ് പ്ലേയിങ് പ്ലേ മേക്കറായിട്ട് ഒരു നമ്പർ 6 ആയിട്ട് കളിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോബി മെനു, ബ്രൂണോ ഗുമാറസ് ആ ഒരു മിഡ്ഫീൽഡ് വർക്കാവും. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ തന്നെ, ഇപ്പം ചോമേനി ഇഞ്ചേർഡ് ആയതുകൊണ്ട് ഫ്രഞ്ച് ടീമിൽ ചോമേനിക്ക് പകരം കളിക്കുന്ന മനു കോണെ എന്ന് പറയുന്ന AS റോമയുടെ പ്ലെയർ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഒരു പ്ലെയറാണ്. കുറേ കൂടി ഒരു ചോമേനി മോൾഡിലുള്ള പ്ലെയറാണ്. അപ്പം കോബി മെനുവിന് വേണമെങ്കിൽ ആ ഒരു നമ്പർ 8 ആയിട്ട് തന്നെ കളിക്കാനും പറ്റും. മനു കോണെ നമ്പർ 6 ആയിട്ട് അവിടെ നിന്ന് കളിച്ചോളും. ഇപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലായാലും ഇങ്ങനത്തെ മോൾഡിലുള്ള എക്സ്പീരിയൻസ്ഡ് പ്രൂവൺ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതിന് കാശ് ഒരു തടസ്സമാകരുത്. സാലറിയൊക്കെ കുറച്ച് കൂടുതലൊക്കെ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ 400K കൊടുക്കണം എന്നല്ല പറയുന്നത്.
എന്നാലും 250K ഒക്കെ കൊടുക്കേണ്ടി വരും. എന്നാലും നമ്മൾ കൊടുത്ത് അങ്ങനത്തെ നല്ല പ്ലെയേഴ്സിനെ, ക്വാളിറ്റി ഒരു എക്സ്പീരിയൻസ്ഡ് മിഡ്ഫീൽഡറിനെയും കൂടെ ഈ ഒരു മിഡ്ഫീൽഡിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അടുത്ത സീസണിൽ ഇഷ്ടം പോലെ മത്സരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ മിഡ്ഫീൽഡേഴ്സിനും ആവശ്യത്തിലധികം ചാൻസുകൾ കിട്ടും. ഈ ഒരു ഡീല്, ഈ ഒരു ആന്ദ്രേ സാന്റോസിൻ്റെ ഡീലിൻ്റെ കാര്യത്തിൽ എനിക്കറിയാം ചെൽസി ഫാൻസൊക്കെ പലരും അസ്വസ്ഥരാണ്, അവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ യുണൈറ്റഡ് ഫാൻസിലൊരു നല്ല വിഭാഗം ആൾക്കാരും ഈ ഡീലിനെതിരായിട്ടും ഞാൻ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആന്ദ്രേ സാന്റോസിൻ്റെ അതുപോലെ തന്നെ യുണൈറ്റഡിൻ്റെ ഒരു മിഡ്ഫീൽഡ് പ്ലാനിങ്ങിനെ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഒരു സെക്കൻഡറി ചോയ്സ് മിഡ്ഫീൽഡായിരിക്കും ആന്ദ്രേ സാന്റോസ്, എഡേഴ്സൺ. ഫസ്റ്റ് ചോയ്സ് കോബി മെനു പ്ലസ് ഒന്നീ ബ്രൂണോ ഗുമാരസോ അല്ലെങ്കിൽ മണു കോണെ, ആ ഒരു എക്സ്പീരിയൻസ്ഡ് മിഡ്ഫീൽഡറും കൂടെ വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഉഗാർത്തയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഈ വരാൻ പോകുന്ന സീസണിൽ ഉഗാർത്തെ പകുതി മുക്കാൽ സീസണും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്രയും സൈനിങ്സ് ഉണ്ടെങ്കിലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനനുസരിച്ച് മത്സരങ്ങൾ നമ്മൾ കളിച്ചേ പറ്റത്തുള്ളൂ. ഈ ഒരു ഡീൽ, ആന്ദ്രേ സാന്റോസിൻ്റെ ഡീല് പുൾ ഓഫ് ചെയ്യാനുള്ള മെയിൻ കാരണക്കാരൻ ക്രിസ്റ്റഫർ വിവൽ ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ക്രിസ്റ്റഫർ വിവലാണ് ഈ ഒരു പ്ലെയറിനെ, ആന്ദ്രേ സാന്റോസിനെ ചെൽസിയിലോട്ട് കൊണ്ടുവന്നത്. അപ്പം ഇത് നമ്മുടെ ടീമിൽ വർക്കാവും, പോസിറ്റീവായിട്ട് തന്നെ വർക്കാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഉള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.